ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ 12-ാം സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിക്കുമ്പോൾ രാമൻ്റെ ബലത്തെപ്പറ്റി പരീക്ഷിച്ചറിയുന്നതിന് വളരെ ലോഹ്യമായി ചില വിവരങ്ങൾ സുഗ്രീവൻ ശ്രീരാമനോട് പറയുകയുണ്ടായി. അതനുസരിച്ച് രാമൻ പ്രവർത്തിക്കുന്നതാണ് ഈ സർഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. അതിന് മറുപടിയായി ശ്രീരാമൻ സ്വർണം കെട്ടിയ ഒരു ശരം സാല വൃക്ഷങ്ങളെ ലക്ഷ്യമാക്കി അയച്ചു. സ്വാല വൃക്ഷങ്ങളെ എല്ലാം ഭേദിച്ചുകൊണ്ട് മലയുടെ താഴ്വാരത്തിൽ കൂടി ഭൂമിയിൽ പ്രവേശിച്ച ആ ശരം ഭൂമി പിളർന്നുകൊണ്ട് തിരികെ രാമൻ്റെ ആവനാഴിയിൽ വന്നു ചേർന്നു. അത് കണ്ടപ്പോൾ സുഗ്രീവന് വളരെ വിസ്മയം തോന്നി. അദ്ദേഹം പരമപ്രീതനായി ബദ്ധാഞ്ജലിയായിട്ട് ഭൂമിയിലെ ശിരസ് മുട്ടിച്ച് നമസ്കരിച്ചു. അതിനുശേഷം രാമനോട് പറഞ്ഞു, ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരെയും യുദ്ധത്തിൽ വിജയിക്കുന്നതിന് സമർത്ഥനാണ് അങ്ങ്. അതുകൊണ്ട് ബാലിയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. സപ്തസാലങ്ങളെയും ഗിരിയെയും ഭൂമിയെയും ഒറ്റ ബാണത്താൽ പിളർന്ന അങ്ങയ്ക്കെതിരായി യുദ്ധത്തിൽ നിൽപ്പാൻ മറ്റാരും തന്നെ ഇല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ വേദനകൾ ഒടുങ്ങി എനിക്ക് പരമാനന്ദം കൈവന്നിരിക്കുകയാണ്. മഹേന്ദ്രനും വരുണനും തുല്യനായ അങ്ങയുടെ സൗഹൃദം എനിക്ക് ഉണ്ടായത് വളരെ ശ്രേഷ്ഠമായി കരുതുന്നു. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ സഹോദരൻ്റെ രൂപം പൂണ്ട ശത്രുവിനെ സംഹരിക്കണം. അത് കേട്ടപ്പോൾ രാമൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് കിഷ്കിന്ധയിലേക്ക് പോകാം. ഭവാൻ മുമ്പിൽ നടക്കുക. അവിടെ ചെന്ന് ബാലിയെ പോരിന് വിളിക്കുക. ഇങ്ങനെ വേഗത്തിൽ നടന്ന അവര് കിഷ്കിന്ധയിലെത്തി. രാമനും ലക്ഷ്മണനും ആ മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് സുഗ്രീവൻ ആ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. അതിഭയങ്കരമായ സുഗ്രീവന്റെ ഗർജനം കേട്ട് ബാലി നന്നായി തയ്യാറായി യുദ്ധത്തിനായിട്ട് അവിടേക്ക് വന്നു. ബാലി സുഗ്രീവൻ തമ്മിലുള്ള ഘോര യുദ്ധം ആകാശത്തിലെ ബുധനും ചൊവ്വയും തമ്മിലുള്ള യുദ്ധം പോലെ മുറുകി. അവരിരുവരും വജ്രായുധ തുല്യങ്ങളായ മുഷ്ടികൾ കൊണ്ട് പരസ്പരം പ്രഹരിച്ചു. അവർക്ക് ഇരുവർക്കുമുള്ള രൂപ സാദൃശ്യം കൊണ്ട് രാമന് സുഗ്രീവനേത് ബാലിയേത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അല്പസമയത്തിനകം ബാലി സുഗ്രീവനെ അവശനാക്കി. രക്ഷകനായി ശ്രീരാമനെ കാണാത്തത് കൊണ്ട് സുഗ്രീവൻ ഋഷ്യമുഖാചലത്തിലേക്ക് തിരിച്ച് ഓടി. ബാലിയുടെ പ്രഹരങ്ങളേറ്റ് ഞെരിഞ്ഞ് തകർന്ന ശരീരത്തോടുകൂടി ക്രുദ്ധനായ ബാലിയാൽ ഓടിക്കപ്പെട്ട് സുഗ്രീവൻ മഹാവനത്തിൽ എത്തിച്ചേർന്നു. അവിടേക്ക് ബാലിക്ക് കയറാൻ കഴിയാത്തത് കൊണ്ടാണ് സുഗ്രീവൻ അവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ബാലി പിൻവാങ്ങി. രാഘവൻ അനുജനോടും ഹനുമാനോടും കൂടി സുഗ്രീവൻ ഇരിക്കുന്ന ആ വനത്തിലേക്ക് ചെന്നു. ലക്ഷ്മണനോടുകൂടി ആഗതനായ രാമനെ കണ്ടപ്പോൾ സുഗ്രീവൻ അധീനനായിട്ട് കീഴ്പോട്ട് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് പരാക്രമം കാട്ടിയതിന് ശേഷം പോരിന് വിളിക്കുക എന്ന് പ്രേരിപ്പിച്ച് എന്നെ ശത്രുവിനെ കൊണ്ട് ഇങ്ങനെ മർദ്ദിച്ചത് എന്തിനാണ്? ഞാൻ ബാലിയെ വധിക്കുകയില്ല എന്ന് അങ്ങ് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ യുദ്ധത്തിന് തയ്യാറാവുകയില്ലായിരുന്നു. രാമനപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ട സുഗ്രീവ, ക്രോധം കളഞ്ഞാലും ഞാൻ അമ്പെയ്യാത്തതിൻ്റെ കാരണം ചമയങ്ങളാലും വേഷങ്ങളാലും വലിപ്പം കൊണ്ടും ബാലിയെയും ഭവാനിയെയും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പല രൂപത്തിൽ നോക്കിയിട്ടും എനിക്ക് രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിച്ചില്ല. എനിക്കൊരു വിഭ്രാന്തി ഉണ്ടായി. പരസ്പരം തിരിച്ചറിയാൻ വയ്യാത്ത ആ സ്ഥിതി വന്നതുകൊണ്ട് എനിക്ക് ശരം തൊടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. എനിക്ക് അക്കാര്യത്തിൽ പിശകുണ്ടായാൽ
അത് നമ്മളുടെ രണ്ടുപേരുടെയും നാശത്തിന് അത് കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ അമ്പെയ്യാതിരുന്നത്. എനിക്ക് പിശകുണ്ടായാൽ അത് എൻ്റെ മൂഢതയായും ബുദ്ധിയില്ലായ്മയായും അറിയപ്പെടും. അതിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭയം നൽകിയ ഒരാളിനെ വധിക്കുക എന്നത് മഹാപാതകമാണ്. ഞാനും ലക്ഷ്മണനും ശ്രേഷ്ഠയായ സീതയും എല്ലാവരും ഭവാന് അധീനരാണ്. ഈ വനത്തിലെ ഭവാനാണ് ഞങ്ങൾക്ക് ആശ്രയം. അതിനാൽ ഭവാൻ ഒരിക്കൽ കൂടി യുദ്ധത്തിന് തയ്യാറാവുക. അതിൽ ആശങ്കയുടെ ആവശ്യം ഇല്ല. അല്പം പോലും താമസമില്ലാതെ ബാലി എൻ്റെ അമ്പേറ്റ് മണ്ണിൽ വീഴുന്നത് ഭവാന് കാണുവാൻ സാധിക്കും. തിരിച്ചറിയാൻ ഒരു അടയാളത്തിനായി ഒരു മാല തയ്യാറാക്കി സുഗ്രീവൻ്റെ കഴുത്തിൽ ചാർത്തുന്നതിന് ലക്ഷ്മണന് നിർദ്ദേശം കൊടുത്തു. കണ്ടത്തിൽ ചാർത്തപ്പെട്ട ആ മാലയാൽ സുഗ്രീവൻ വളരെ ശോഭിച്ചു. ആ വിധമുള്ള ശരീരത്തോടുകൂടി രാമൻ്റെ വാക്ക് കേട്ട് ഉറച്ച മനസ്സോടുകൂടി സുഗ്രീവൻ കിഷ്കിന്ധിയിലേക്ക് വീണ്ടും പുറപ്പെട്ടു. അവിടെ ചെന്ന ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നതും മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതിയേ നമഃ.